ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹൈദരാബാദി ബിരിയാണിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ചിക്കൻ 800 ഗ്രാം. ഇതിൽ നമ്മൾ ഉള്ളി ചേർക്കുന്നത് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ്. ഇത് ഞാനിവിടെ 3 സവാള ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാരണം ഇതൊരു ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണി ആയതുകൊണ്ടാണ് ഉള്ളി ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. പിന്നെ 2 തക്കാളി, കുറച്ച് പച്ചമുളക്. തക്കാളി ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മസാലകൾ. ഇത് ഓൾ ഗരം മസാലയാണ്. ഇതിൽ പട്ടയുണ്ട്, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ്, കുറച്ച് പെപ്പർകോൺസ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത്, പെരിഞ്ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, ഗരം മസാല. ഇത് മല്ലിയില ചോപ്പ് ചെയ്തത്. ഇത് പുതിനയില ചോപ്പൊന്നും ചെയ്യുന്നില്ല. ഇത് ഇതുപോലെ തന്നെ ലീഫായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഹൈദരാബാദ് സ്റ്റൈൽ ബിരിയാണി ആയതുകൊണ്ട് അവർ പുതിനയില എപ്പോഴും കട്ട് ചെയ്യാതെ ഇതുപോലെ ലീഫായിട്ട് തന്നെയാണ് അതിൽ ചേർക്കാറുള്ളത്. അതാണത് ഇതുപോലെ തന്നെ ഞാൻ ചേർക്കുന്നത്. പിന്നെ അവർ പറയുന്ന റീസണ് ബിരിയാണിക്ക് ആ പെർഫെക്റ്റ് കളറ് കിട്ടൂല. പുതിനയില കട്ട് ചെയ്താൽ ബിരിയാണിയുടെ കളറ് മാറിപ്പോകുന്നതാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പാകത്തിന്. ഇതിലേക്ക് കുറച്ച് തൈര് വേണം. ബസുമതി റൈസ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പാൻ നന്നായിട്ട് ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായാൽ നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ബേ ലീഫാണ്. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ കുറച്ച് ജീരകം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം മസാല ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മളെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് ഇടയ്ക്ക് പാത്രം തുറന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വരണം. നമുക്ക് തക്കാളി കുക്കായി ഒന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ പാകത്തിന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്.
ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകമാണത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബിരിയാണിനെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് തൈര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം. പച്ചമുളക് ഇതുപോലെ തന്നെ കട്ടൊന്നും ചെയ്യാതെ ഞെട്ടിയോട് കൂടെ തന്നെയാണ് ചേർക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. പച്ചമുളകിന്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പാത്രം അടച്ച് നമുക്ക് ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കനെ വേവിക്കാൻ. ചിക്കൻ ഈ തൈരിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ ചിക്കന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇത് ശരിക്കും ഹൈദരാബാദ് ദം ബിരിയാണിയുടെ അതേ ടേസ്റ്റ് ആണ് വരുന്നത്. നമുക്കിനി ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ട വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരും. നമുക്ക് ഇടയ്ക്ക് പാത്രം തുറന്നിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പാത്രം ഒന്നും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. കുറച്ച് സമയം കൂടെ ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പം നമ്മുടെ റൈസിനുള്ള വെള്ളം നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ്. ഇത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരി വേവിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ബിരിയാണിക്ക് അരി വേവുന്നത് പോലെ വേവേണ്ട ആവശ്യമില്ല. പകുതി കുക്കായാൽ മതി. ഇതിപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. നമ്മുടെ മസാലയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള നമ്മൾ ഇതിന് മാറ്റി വെക്കാണ്. നമുക്ക് ചോറിന്റെ മുകളിൽ ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനാണ്. ഇനി നമുക്കിതിലേക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയിലയും കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയില ചേർക്കാം. നമുക്ക് മല്ലിയിലയും കുറച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലായി നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് എപ്പോഴും ചൂടോടുകൂടെ തന്നെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന്റെ മുകളിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിന ഇല ചേർക്കാം. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സവാള ഇതിന്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സവാള എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ ആവരുത്, ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരാനേ പാടുള്ളൂ. നന്നായിട്ട് ഫ്രൈ ആയാൽ ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്യണം. ഇതിന് എയർ ഒന്നും പുറത്തേക്ക് പോകരുത്. ഇതുപോലെ നല്ല ടൈറ്റ് ഉള്ള ഒരു അടപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഇതുപോലുള്ള അടപ്പ് വെച്ച് കവർ ചെയ്യുക. ഇതിന് എയർ പുറത്ത് പോവാതെ നന്നായിട്ട് വേണം പാത്രം കവർ ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് ചെറിയ തീയിൽ സാധാരണ നമ്മുടെ ബിരിയാണി 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ദം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ബിരിയാണി അപ്പോൾ ദം ചെയ്തെടുക്കുമ്പോഴും തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം വിളമ്പാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോഴാണ് ബിരിയാണിക്ക് ആ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ദം ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണ്ടതിപ്പോൾ നല്ല ദമ്മായി വന്നിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നോക്കാം.